എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. നമ്മളിന്ന് വല്ലൂരാണ്, 4 ദിവസം വല്ലൂരാണ്. വല്ലൂരത്തെ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ അവിടേക്ക് കൊണ്ടുപോയിട്ടാണ് നമ്മുടെ ആ ഒരു 4 ദിവസം തള്ളി നീക്കിയത്. അപ്പോൾ ഇത് നമ്മുടെ നാടാണ്, നാടിൻ്റെ കാട്ടിലത്തെ കാഴ്ചകളൊക്കെയാണ്. ഇത് അജിയമ്മായിയാണ് കേട്ടോ. അപ്പോൾ അജിയമ്മായി നമ്മളിങ്ങനെ താമസമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് മോട്ടറിൽ വെള്ളമൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വുഡ് വാൽവിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോണതാണ്. അത് രാഹുലിൻ്റെ വീടാണ്, ഒരു ഇളച്ചൻ്റെ വീടാണ്. അപ്പോൾ ഇതാ ഭാഗ്യൻ വുഡ് വാൽവിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ തങ്കപ്പൻ്റെ വീടാണ് കേട്ടോ. വീടിൻ്റെ അയൽപ്പക്കത്തുള്ള മുത്തൂൻ്റെയും തങ്കപ്പൻ്റെയും വീടാണ്. അത് ഭാഗ്യം മേടിച്ചു. ഇനി അവിടെ ഒന്ന് പ്ലോട്ടാക്കിയിട്ട് അവിടെ ഒരു വീട് പണിയണം എന്നാണ് ഭാഗ്യൻ്റെ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അമ്മായിയും ഭാഗ്യനും കൂടി ഇതാ വുഡ് വാൽവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണു. ശ്രീകുട്ടൻ എനിക്ക് വന്നിട്ടുണ്ട്. വെള്ളം വന്നേ, വെള്ളം വന്നേ. ശ്രീകുട്ടന് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. കാരണം ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കാം, ഇതിൻ്റെ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ നീന്തി ഇങ്ങനെ കളിക്കാം. ഇങ്ങനെ കുറേ കൂട്ടുകാരുണ്ട്. ഇങ്ങനെ അടച്ചിട്ട ലൈഫല്ലല്ലോ അവൻ്റെ, ഡെയിലിയുള്ള ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ലൈഫല്ലേ. അപ്പോൾ അവനത് നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കാണ് പാട് വരാറ്. കാരണം കിച്ചണിലൊന്നും ഉണ്ടാവില്ല, മിക്സിയും വാഷിംഗ് മെഷീനും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഭാഗ്യൻ മോട്ടർ അവിടെ വൃത്തിയാക്കണ്ടേ, ആ ടാങ്കിൽ ഭയങ്കര അഴുക്കായിരുന്നു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി വെള്ളം വന്നു. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കഴുകി നമ്മുടെ ആ ഒരു ദിവസം, അതായത് പൂരത്തിൻ്റെ തലേദിവസമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ചായ കുടിക്കാതിരിക്കുകയാണ്, വെറുതെ ബിസ്ക്കറ്റാണ് കേട്ടോ കഴിക്കുന്നത്. ഒരു ചായയും ബിസ്ക്കറ്റും മാത്രമാണ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല. അപ്പോൾ തലേദിവസം പാപ്പൻ ചിക്കൻ മേടിക്കാൻ പോകുന്നുണ്ടോ, മീൻ മേടിക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ വയ്ക്കും. അവിടെ പൂരത്തിൻ്റെ തലേദിവസം നോൺ വെജ് തന്നെ വെച്ച് വെക്കും, എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും. ഇത് സാധേട്ടനാണ് കേട്ടോ. അപ്പം നമ്മൾ ചിക്കനും മീനൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്നൊരു 5-6 കിലോമീറ്റർ നമ്മൾ എവിടേക്കാണ് വരണ്ടേ, ഒന്നില്ലെങ്കിൽ മരൂട്ടിച്ചാലിയെ പോകണം, അല്ലെങ്കിൽ നമ്മൾ പൗണ്ടിൻ്റെ അവിടെ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, പൗണ്ട്, അവിടേക്ക് വരണം. അപ്പോൾ അവിടെ ഏട്ടൻ്റെ ബീഫൊക്കെ മേടിക്കാൻ പോവാണ്. ഇത് നമ്മുടെ കുഞ്ഞാലിക്കയുടെ കടയാണ്. കുഞ്ഞാലിക്കാന്ന് കട അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആൾക്ക് പേരിട്ടതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ബീഫും ചിക്കനും മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ വേണം. അപ്പം മീൻ മേടിക്കാൻ എല്ലാവരും ചിക്കനും മീനൊക്കെ മേടിക്കും. കാലത്തന്നെ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇറച്ചി മീനൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ അത് ആ ചടങ്ങ് കാലത്തന്നെ കഴിച്ചു വെക്കും അമ്പലത്തിൽ പോലെ. അത് കഴിഞ്ഞിട്ട് തലേദിവസം ഇറച്ചി മീനൊക്കെ വെച്ച് വെക്കും. അപ്പോൾ അത് കാലത്ത് എനിക്ക് കുളിച്ച് അമ്പലത്തിൽ പോവാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതൊക്കെ കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു റൂട്ടീനാണ് അവിടെ എല്ലാവരുടെയും. പണ്ടൊക്കെ വെജായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം മീൻ മേടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്താ ഓലിയാണ്, അപ്പോൾ കേര എന്ന് പറഞ്ഞിട്ടൊരു മീനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് ആ ചേട്ടൻ മുറിച്ച് തരാണ്. നല്ല മീനായിരുന്നു കേട്ടോ, നല്ല മീൻ കറിയായിരുന്നു. കണ്ടോ, വലിയ മീനായിരുന്നു, 40 കിലോനുണ്ടായിരുന്നു അത്ര ആ മീൻ. അപ്പോൾ ഇത് വരന്തരപ്പള്ളി എത്തി. വരന്തരപ്പള്ളി ഒരു കടയിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. അതൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വന്നു. അപ്പോൾ ചോറ് വെക്കണം. പിന്നെ ഈ ഒരു അടുപ്പ് മാത്രമേ നമ്മൾ കൊണ്ടുപോയിട്ടുള്ളൂ. പിന്നെ വിറകടുപ്പുണ്ട്. വിറകടുപ്പിലാണ് പകുതി പണികളും നമ്മൾ ചെയ്തത്. അപ്പോൾ ശ്രീകുട്ടന് ഓംലേറ്റ് മറച്ചിട്ടത്, അതായത് കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് മറച്ചിട്ടത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് അവൻ ഒന്ന് അടങ്ങിയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കണം. കാര്യം ചുറ്റും ഇളയമ്മമാരൊക്കെ ഉണ്ടെങ്കിലും അവനങ്ങനെ പുറത്തുനിന്നൊന്നും പോയി ഭക്ഷണം കഴിക്കുന്ന ശീലമില്ല. അപ്പോൾ ഞാൻ അവന് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുത്തു. അവനെ എല്ലാത്തായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് പോണ ഒരാളാണ് കേട്ടോ. അവനങ്ങനെ പ്രത്യേകിച്ച് വാശികളൊന്നുമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ മീൻ നമ്മൾ നല്ല ഫ്രഷ് മീനായിരുന്നു. അത് മേടിച്ച് നന്നായിട്ടൊന്ന് കഴുകുക. ഒട്ടും സൗകര്യമില്ല അടുക്കളയിൽ കേട്ടോ. ഒരാൾക്ക് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ തന്നെ ചീത്ത പറഞ്ഞു. പക്ഷെ ഇത് നമ്മൾ വലിയ കിച്ചണിൽ കുറച്ച് നാളായിട്ട് ഞാൻ യൂസ്ഡ് ടു ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞ് കിച്ചണിലേക്ക് വരുമ്പോൾ ഞാൻ മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ളൂ. ഇവിടെ തന്നെയായിരുന്നു കേട്ടോ, ഒരു കൊല്ലം നമ്മൾ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ആണ് നമ്മൾ തലൂർ വീട്ടിലേക്ക് പോയത്. തലൂർ വീട്ടിലത്തെ കിച്ചൺ കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്. അപ്പോൾ
അത് കാരണം കൊണ്ട് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ മാത്രം വർക്ക് ചെയ്യുന്നത് ഇഷ്ടമുള്ളൂ. ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും വേണ്ടാന്ന്. അപ്പോൾ ഇതൊക്കെ ആകെ അലങ്കോലമായിട്ടാവും കിടക്കുന്നുണ്ടാവുക കിച്ചൺ. ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് നിങ്ങളുടെ അടുത്തുനിന്ന്. ചേച്ചി അവിടെ അഴുക്കാണ് ഇവിടെ അഴുക്കാണെന്നൊന്നും പറയരുത് ദൈവം, ഇതെനിക്ക് സങ്കടമാവും. കാരണം എല്ലാം അവിടുത്തെ അഴുക്കായിട്ടുണ്ടാവും. കാരണം കുഞ്ഞ് സ്ഥലമായതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒക്കെ പച്ചക്കറിയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കടയിൽ നിന്ന്. അപ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി മീൻ കൂട്ടാൻ വെക്കാനായിട്ട്. ഞാൻ റെസിപ്പീസ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല കേട്ടോ, കാരണം ഒക്കെ നമ്മൾ മുന്നേ ചെയ്ത രീതിയിലൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ചോപ്പർ ചേട്ടനാണ് ആകെ കൂടി എൻ്റെ ഹെൽപ്പർ എന്ന് പറയാനുള്ളത് അവിടെ. അപ്പോൾ മീൻ റെഡിയാക്കാണ്. മസാലയൊക്കെ റെഡിയായി. അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കുടംപുളി ഇട്ട് നമ്മളൊന്ന് വറ്റിച്ച് വെക്കും. അതാണ് പ്ലാൻ. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ ഇളയമ്മയുടെ വീട്ടിൽ ആട് പ്രസവിച്ചു. എല്ലാ പൂരത്തിനും ഒന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ വരാക്കര പൂരത്തിന് നമ്മുടെ വീട്ടിലത്തെ ആട് പ്രസവിച്ചു. അപ്പോൾ വല്ലൂർ തട്ട് പൂരത്തിന് ഇളയമ്മയുടെ വീട്ടിലത്തെ ആട് പ്രസവിച്ചു. അപ്പോൾ ശ്രീകുട്ടന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ ആദ്യമായിട്ടുള്ള കുശലം പറച്ചിലൊക്കെയാണ്. അപ്പോഴേക്കും ഞാൻ മീൻ കൂട്ടാനൊക്കെ റെഡിയാക്കി ഓരോന്നായിട്ട് റെഡിയാക്കി വരണം. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കാരണം കൊണ്ട് തന്നെ ഏട്ടനെ പോലും ഒരു സഹായത്തിന് കിട്ടില്ല. അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓരോന്ന് റെഡിയാക്കി വരികയാണ്. ചിക്കനും ബീഫും കാര്യങ്ങളൊക്കെ തലേദിവസം നന്നായിട്ട് വരട്ടി വെക്കുകയാണെങ്കിൽ കേടാവില്ല. അതാണ് ഞാൻ കൂടുതലും നോൺ വെജ് ഉപയോഗിക്കുന്നത്. വെജാണെങ്കിൽ എൻ്റെ കൂടെ കൂടുതൽ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഭയങ്കര ബ്ലീഡിങ് ആണ്. അത് കാരണം കൊണ്ട് എൻ്റെ ശരീരം മനസ്സുണ്ട്, പക്ഷെ ശരീരം എൻ്റെ ഒപ്പം ഓടി എത്തണില്ല എന്നൊരു പരാതിയും കൂടി എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുകയാണ്. മീനൊക്കെ വറക്കാനുള്ള മീൻ റെഡിയാക്കുകയാണ്. ഇത് വറക്കാനുള്ള മീനാണ് കേട്ടോ. അപ്പോൾ വറക്കാനുള്ള മീൻ അത് മാത്രമല്ല പാത്രങ്ങളും ഒരു പരിമിതമായിരുന്നു. നമ്മളിവിടെ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടേ ഒരെണ്ണത്തേക്ക് മാറ്റിയിട്ടൊക്കെ വേണം നമ്മൾ ആ പാത്രം ഒഴിവാക്കിയിട്ട് വേണം പിന്നെ അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ചേച്ചിയുടെ വീട്, നാത്തൂൻ ചേച്ചിയുടെ വീട് അവിടെ അടുത്താണ്. ചേച്ചി മൂക്ക് കുത്താൻ പോയി ആള് അതിൻ്റെ ഇടയിൽ മൂക്കുത്തിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണിയപ്പത്തേക്കുള്ളത് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ അരിപ്പൊടിയും മൈദയും റവയും കൂട്ടിയിട്ടാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുക. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ ചെയ്യാണ് കേട്ടോ. അത് തേങ്ങ ചിരവ ഭയങ്കര ദയനീയ അവസ്ഥയിലായിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഭാഗ്യം വന്ന് ശരിയാക്കി തന്നു. ഭാഗ്യം ചിരകി തന്നു. നമ്മുടെ ഉണ്ണിയപ്പത്തേക്കുള്ളത് ചിരകി തന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ ബീഫൊക്കെയാണ്. അതൊക്കെ റെഡിയാക്കണം. കായക്കൊല്ലം നമ്മുടെ പറമ്പിലത്തെ വാഴയിലത്തെയാണ്. ചേട്ടൻ്റെയാന്ന് തോന്നുന്നു, ചേട്ടൻ തന്നതാന്ന് തോന്നുന്നു. അപ്പം അതൊന്നും ആവശ്യമില്ല കേട്ടോ. അതൊക്കെ ഞാൻ എന്താ ചെയ്തത് അവിടെ കൊടുത്തിട്ട് പോരുക ചെയ്യുക. പച്ചക്കറികളും ഫുഡ് ഐറ്റംസും ഒക്കെ ബാക്കിയുള്ളത് അപ്പുറത്തെ ഇളമ്മമാരുടെ വീട്ടിലൊക്കെ കൊടുക്കും. അപ്പോൾ ഉണ്ണിയപ്പത്തേക്ക് വേണ്ട നമ്മുടെ ഈ തേങ്ങ ഉണ്ടല്ലോ അത് ഞാൻ വറുത്താണ് ഇടുക കേട്ടോ. വറുത്തിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ഈ മാവിലേക്ക് ഇടും. അതുപോലെ ശർക്കര ഉരുക്കിയിട്ട് അരിച്ചിട്ട് നമ്മുടെ ഇതിലേക്ക് ഒഴിക്കും. നിങ്ങളവിടെ ആകെ വൃത്തികേടായിട്ട് കാണുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ മുന്നേ തന്നെ വേറൊരു നിവർത്തിയും ഇല്ല. നമുക്കതൊന്ന് മാറ്റി വെക്കാൻ വേറൊരു സ്ഥലം ഇല്ലാത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ ഉണ്ണിയപ്പത്തിലേക്കുള്ള മാവ് കുഴച്ച് നല്ല കുട്ടപ്പനാക്കി എടുക്കുകയാണ്. ഞാൻ ഉണ്ണിയപ്പം അങ്ങനെ വർഷത്തിലൊരിക്കലും ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. വർഷത്തിലൊരിക്കൽ പൂരത്തിന് വരുമ്പോൾ എന്നും ഉണ്ടാക്കും. കാരണം ഏട്ടന് വീട്ടിലുണ്ടാക്കി ഉണ്ണിയപ്പവും വട്ടയപ്പമൊക്കെ തിന്നാനാണ് ഇഷ്ടം. പാവം അതിന് ഞാനല്ലാണ്ട് വേറെ ആരും ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഞാൻ വിരുന്നുകാർക്കും ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ എന്താ പറയുക ഏട്ടനും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കും. എത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ തന്നെ ഉണ്ടാക്കും. എനിക്കറിയാം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ, ബ്ലീഡിങ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. എന്നാൽ എനിക്ക് ഈ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ബ്ലീഡിങ്ങിൻ്റെ കാര്യവും അല്ലെങ്കിൽ ഞാൻ എൻ്റെ വയ്യായിയുടെ കാര്യങ്ങളും ഒക്കെ ഞാൻ അങ്ങോട്ട് മറക്കും. പിന്നെ വലിയൊരു വ്യത്യാസത്തേക്ക് ഒരു എനർജിയാണ്. അപ്പോൾ ചിക്കനൊക്കെ കഴുകി ചിക്കൻ വറുത്തിട്ടാണ് വെക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, റെസിപ്പി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. കാരണം മുമ്പ് നമ്മൾ ഒരുപാട് വട്ടം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഈ റെസിപ്പിയൊക്കെ. ചിക്കൻ വറുത്തിട്ട് റോസ്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ കേടാവില്ല. തലേദിവസത്തേക്ക് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഒട്ടും കേടാവില്ല. ഇതിപ്പോൾ നിങ്ങൾ കലത്തിലൊക്കെ ഇട്ട് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചേച്ചി എന്തേ കാണിക്കണേന്ന്. വേറൊരു നിവർത്തി ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഒരു കാറിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളല്ലേ കൊണ്ടുപോരാൻ പറ്റുള്ളൂ. കാരണം ഈ വക സാധനങ്ങൾ തന്നെയാണ് നമ്മൾ തലൂർ വീട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതന്നെയാണ് നമ്മൾ വല്ലൂർക്കും കൊണ്ടുപോകേണ്ടത്. അല്ലാണ്ട് വല്ലൂർ വീട്ടിലും തലൂർ വീട്ടിലായിട്ട് സെപ്പറേറ്റ് പാത്രങ്ങളൊന്നുമില്ല. അപ്പോൾ ചിക്കൻ ഞാൻ എനിക്ക് അടുപ്പ് കത്തിച്ച് കുറേ നാളായി. നമ്മുടെ തലൂർ വീട്ടിൽ അടുപ്പില്ല, ഗ്യാസും കൂടെയാണ്. അവർക്ക് ഇവരുടെ വീടിൻ്റെ ഉള്ളിൽ അഴുക്കാവാണ്ടിരിക്കാൻ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുപ്പ് കത്തിക്കരുതെന്ന്. അപ്പം നമ്മുടെ വീട്ടിലാകുമ്പോൾ ആ ഒരു പ്രശ്നമില്ലല്ലോ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ. നല്ല വാഴയ്ക്ക് ഊണിടുന്ന വിറകും ഉണ്ടായിരുന്നു. വെട്ടുക, പൊളിക്കുക, വെക്കുക. വേറെ സൂപ്പർ ഉണങ്ങിയ വിറകുമായിരുന്നു. നല്ല കിടുക്കാച്ചയായിട്ട് കത്തുന്നുണ്ടായിരുന്നു. ചടപടയെന്ന് കത്തി പിടിക്കുകയും ചെയ്തു. നമ്മുടെ ചിക്കൻ വറുത്ത് കിട്ടുകയും ചെയ്തു. അപ്പോൾ
ഒരു കക്കല തുണി വരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇല്ലായ്മ പറയല്ല കേട്ടോ, ഞാൻ സർവൈവ് ചെയ്ത എൻ്റെ കുറച്ച് ദിവസങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഒരു 4 ദിവസം ഉണ്ടായിരുന്നു, ഇടാനുള്ള ഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടുത്തെ എഡിറ്റിങ്ങും ഇവിടുത്തെ പണികളും കടയിലത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വല്ലൂർക്ക് പോയത്. അപ്പോഴേക്കും എൻ്റെ കയ്യിൽ സമയം വളരെ പരിമിതമായിരുന്നു. അപ്പോൾ ഞാൻ ഇല്ലായ്മ പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ എങ്ങനെയാണ് ഈ കുറച്ച് സാധനങ്ങൾ കൊണ്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ മിക്സി ഇല്ലാത്ത കാരണം കൊണ്ട് ഇളയമ്മയുടെ വീട്ടിൽ പോയിട്ട് വട്ടയപ്പത്തേക്കുള്ള നാളികേരം അരച്ചു. അപ്പോൾ ഉണ്ണിയപ്പം ഏകദേശം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നേരത്ത് ആദ്യത്തെ തവണ ഉണ്ടാക്കിയപ്പോൾ റെഡി ആയില്ല. കാരണം കൺസിസ്റ്റൻസി ഒന്നാമത്തേൽ ഉണ്ണിയപ്പത്തട്ട എൻ്റെ അല്ല, കോമള ഇളയമ്മയുടെ ഏറ്റവും താഴെയുള്ള പാപ്പൻ്റെ ഇളയമ്മയുടെയാണ്. 2-3-4 പാപ്പന്മാരുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും താഴെയുള്ള പാപ്പൻ്റെ ഇളയമ്മയുടെയാണ് അത്, അവിടത്തെയാണത്. അപ്പോൾ അത് ഞാൻ ഇട്ടപ്പോൾ ശരിയായില്ല. അപ്പോൾ രണ്ടാമത്തെ തട്ട് ഒഴിച്ച് കുറച്ചും കൂടി ലൂസാക്കിയിട്ടൊക്കെ ഒഴിച്ചപ്പോൾ, കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കി ഒഴിച്ചപ്പോൾ കിടുവായി. അപ്പോൾ ഇവിടെ ശ്രീകുട്ടനെ ഏട്ടന് വന്നു. ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് കുളിക്കാൻ റെഡിയാവാണ്. സന്ധ്യയ്ക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടി. അപ്പോൾ ശ്രീകുട്ടന് ഇറച്ചി മീനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാനവന് മോര് കൂട്ടാൻ കൂട്ടിയിട്ടാണ്, ഇളമര വീട്ടിൽ നിന്ന് കുറച്ച് മോര് കൂട്ടാൻ കൂട്ടിയിട്ടാണ് ഞാൻ മേടിച്ചിട്ടാണ് അവന് ചോറ് കൊടുത്തത്. പിന്നെ ഇൻഡക്ഷൻ കുക്കറിലാണ് നമ്മൾ ചോറും കൂടി വെച്ചത്. കാരണം അപ്പോഴേക്കും അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് കോരി ചിക്കൻ്റെ ഗ്രേവി നമ്മൾ തയ്യാറാക്കുകയാണ്. വട്ടയപ്പവും ചിക്കനും വട്ടയപ്പം എന്ന് പറയുന്നത് കള്ളം ഒഴിച്ചിട്ടില്ല, അത് കാരണമാണ് ഞാൻ വട്ടയപ്പം എന്ന് പറയുന്നത്. അതും നമ്മുടെ ചിക്കൻ കറിയും തന്നെ കിടു കോമ്പിനേഷനാണ്. തൃശ്ശൂർ ഒരു സ്പെഷ്യലാണ്. തൃശ്ശൂരെ മാത്രമല്ല കേട്ടോ, കേരളത്തിലുള്ള എല്ലാവരും സ്പെഷ്യലാണ്. ഇനി ഞാൻ തൃശ്ശൂരെ പറഞ്ഞെന്ന് പറഞ്ഞു. കാരണം തൃശ്ശൂർക്കാർക്ക് അവരുടേതായ കുറേ ശൈലികളുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ തൃശ്ശൂർക്കാരെന്ന് പറയുന്നത്. അവരുടെ ഭാഷയ്ക്കായാലും അവർ സംസാരിക്കുന്ന രീതിക്കായാലും ഒക്കെ ഒരു പ്രത്യേക താളവും ശൈലിയും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് പൊതുവെ. അത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും എൻ്റെ സംസാരം ഇഷ്ടാവാൻ കാരണം ആ താളത്തിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല എന്താ പറയുക, ഗ്രേവിയൊക്കെ ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ. അപ്പോൾ ഇത് നാളേക്ക് കേടാവില്ല എന്നുള്ളതാണ് കാരണം. നാളെ എനിക്ക് ഒന്നിനും നേരം കിട്ടില്ല, അത് കാരണം കൊണ്ടാണ് ഇന്ന് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് റെഡിയാക്കാം. ഇനി നമുക്ക് ചിക്കൻ നമ്മുടെ റെഡിയായി, മീൻ കൂട്ടാൻ റെഡിയായി, മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഉണ്ണിയപ്പം അവിടെ റെഡിയാവുന്നുണ്ട്, പിന്നെ വെള്ളപ്പത്തേക്കുള്ള കൂട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ കുക്കറൊന്നും അടപ്പത്ത് വെക്കാറില്ല, നമ്മുടെ ഈ കരിയടുപ്പൊന്നും വെക്കാറില്ല. പക്ഷെ വേറെ നിവർത്തിയില്ല. ഇതുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, പിന്നെ അതുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമ്പോൾ മീൻ വറക്കാമെന്ന് വിചാരിച്ചു. മീനൊക്കെ ഇങ്ങനെ വറുത്ത് വൃത്തിയാക്കി കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ വറുത്തില്ല, കൂടുതൽ പിന്നെ വറക്കാമെന്ന് വിചാരിച്ചു. ഇത് കേര തന്നെയാണ് വറുത്തത് കേട്ടോ. അപ്പോൾ കേര തന്നെ വറുക്കുകയാണ്. വറുത്ത മീനില്ലാണ്ട് എന്താഘോഷം നമുക്ക് പ്രത്യേകിച്ച്. അപ്പോഴേക്കും എൻ്റെ വട്ടയപ്പം മാവ് പൊന്തി വന്നു, നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. മൂടാൻ ഒറ്റ പാത്രങ്ങൾ ഉണ്ടായില്ല, അത് കാരണം കൊണ്ടാണ് ഇല വെട്ടി മൂടിയിരിക്കുന്നത് കേട്ടോ. ഇല മുഴുവനായിട്ട് വെട്ടിയിട്ടില്ല, ഇല നമ്മൾ മുഴുവനായിട്ട് വെട്ടില്ല, പകുതി വെട്ടിയാണ് മൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇഡ്ഡലി തട്ട് സ്പോൺസേഡ് ബൈ ഇളയമ്മ. എല്ലാ സാധനങ്ങളും ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇഡ്ഡലി തട്ട് ഇളയമ്മയുടെ കയ്യിൽ നിന്ന് പോയി മേടിച്ചു. എന്നിട്ട് നമ്മൾ അതിങ്ങനെ അതിൻ്റെ തട്ടും കമത്തി തന്നെയല്ലേ, കമത്തി വെച്ച് ഇളമര കഴിയുന്നൊരു കിണ്ണവും മേടിച്ച് അതിൽ എണ്ണയൊക്കെ പുരട്ടി നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കിയപ്പോഴേക്കും ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. നാത്തൂൻ ചേച്ചി മൂക്കൊക്കെ കുത്തി വന്നു. കുഴപ്പമില്ലേടി, എനിക്ക് വേദനയൊന്നും ഇല്ലേടി എന്നൊക്കെ പറഞ്ഞ് ആളും കുറച്ച് അടിച്ചു വാരിയൊക്കെ തന്നു കേട്ടോ. ചേച്ചിക്ക് പിന്നെ മൂക്ക് കുത്തി കാരണമുണ്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ എന്നോട് കത്തിയടിച്ച് അവിടെ ബാക്കിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് റെഡിയാക്കാം. വട്ടയപ്പം റെഡിയായി, ഓരോരോ തട്ടിങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. നല്ല വീർത്ത് വന്നിട്ടോ, നല്ല സൂപ്പർ വട്ടയപ്പമാണ്. നല്ല എന്താ പറയുക, ഞാൻ വട്ടയപ്പൊടി വെച്ചാണ് ഉണ്ടാക്കിയത് കേട്ടോ. നമ്മൾ നാളികേരം അരച്ച് ചേർക്കാൻ മാത്രമേ വേണ്ടൂ, കുറുക്കി ചേർക്കാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാന്ന്. ഇനി വലിയ പണികളൊന്നുമില്ല. ഇനി മറ്റേ വെജിറ്റേറിയൻ 2-3 കസിൻസ് വെജിറ്റേറിയൻകാർ വരുന്നുണ്ട്. അവർക്കുള്ള മോര് കൂട്ടാൻ വെക്കേണ്ടത് നാളെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബീഫ് റെഡിയാക്കാനുണ്ടായിരുന്നു, ബീഫും റോസ്റ്റ് തന്നെയാണ് ചെയ്തത്. അപ്പോൾ മോര് കൂട്ടാൻ മാത്രം ചാറായിട്ട് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ബീഫിലേക്കുള്ള സാധനങ്ങൾ, ഈ പൊടികളൊക്കെ നമ്മൾ വല്ലൂരിൽ നിന്ന് കൊണ്ടുപോയതാണ്. ആ പാത്രങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. വല്ലൂരിൽ നിന്നല്ല, തലൂരിൽ നിന്ന് കൊണ്ടുപോയതാണ്. ഇതൊക്കെ നമ്മൾ തലൂരിൽ നിന്ന് കൊണ്ടുപോയതാണ്. അപ്പോൾ ബീഫ് ഇങ്ങനെ ഡ്രൈ ആക്കി വെള്ളമൊക്കെ വറ്റിച്ച് കുക്കറിൽ തന്നെ വറ്റിച്ചെടുത്തു. എന്നിട്ട് 2 പാത്രത്തിലാക്കിയിട്ടാണ് വേവിച്ചത്. കുറച്ചധികം ആൾക്കാരുണ്ട് നമുക്ക് ഗസ്റ്റായിട്ട്, ചേട്ടൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ അതാ ചേച്ചി ഇങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചാർ നമ്മൾ ഇവിടെ നിന്ന് ഇട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ അളിയൻ എന്ന് പറഞ്ഞാൽ രാജേട്ടൻ്റെ അളിയൻ, ഞങ്ങളുടെ അളിയച്ചാർ. പിന്നെ കുട്ടൂസും അപ്പൂസും 2 ആമക്കളാണ് ചേച്ചിക്ക്, അവരാണത്. അപ്പോൾ ഏട്ടൻ്റെ അളിയന് ബീഫ് ഭയങ്കര ഇഷ്ടമായി. ചേച്ചിക്ക് മീൻ വറ്റിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വർത്താനം പറഞ്ഞാലും തീരില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ കാലത്തൊട്ട് വൈകുന്നേരം വരെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീംസാണ്.
അപ്പോൾ ചേച്ചിയാണ് തലേദിവസം, അന്നത്തെ ദിവസം തലേദിവസം, പൂരത്തിൻ്റെ തലേദിവസം വൈകുന്നേരം ചേച്ചി അവിടെ നിന്ന് 1.5-2 കിലോമീറ്ററിൻ്റെ ദൂരമുള്ളൂ. അന്ന് ചേച്ചി മാത്രം ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഗസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. തലേദിവസം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മുടെ വിഭവങ്ങളൊക്കെ അടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ മീൻ വറുത്തത്, പിന്നെ ഉണ്ണിയപ്പം, പിന്നെ മീൻ വറ്റിച്ചത്, അങ്ങനെയുള്ള സാധനങ്ങൾ, വട്ടയപ്പം ദാ അവിടെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. വട്ടയപ്പൊക്കെ മൂടി വയ്ക്കണം കേട്ടോ. അതൊക്കെ മൂടി ഇങ്ങനെയാണ് ഞാൻ മൂടി വെച്ചത്. അപ്പോൾ അരി എന്ന് പറയണത് ചേച്ചി ചേട്ടനൊക്കെ വന്ന് കഴിച്ചപ്പോൾ ചോറ് കഴിഞ്ഞു. അപ്പോൾ ഇനി ചിലപ്പോൾ വിശന്നാലോ എന്ന് വിചാരിച്ച് കുറച്ചും കൂടി അരി ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചണിൻ്റെ അടിയിലൊന്നും ടൈലിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ്. അപ്പോൾ പാകിന് മീൻ വറ്റിച്ചതും ബീഫും ഒക്കെ വലിയ ഇഷ്ടമായി. ആൾ ഭയങ്കര അപ്രിസിയേഷനൊക്കെ ആയിരുന്നു. മോന് സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് ചെയ്താറുണ്ട്. ആൾക്ക് അമ്പലത്തിലത്തെ പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആൾ ഇച്ചിരി പൊട്ടയായാലൊന്നും പറയില്ല കേട്ടോ, പാവം. എന്നാലും പൊട്ടയ ഉണ്ടായിരുന്നില്ല കേട്ടോ, എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ സ്വയം പുകഴ്ത്താന്ന് വിചാരിക്കരുത്. നോൺ വെജ് വയ്ക്കാൻ അല്ലെങ്കിലും ചെറിയൊരു കഴിവ് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂരത്തിനൊക്കെ പൂരപ്പറമ്പിലെ പരിപാടികളൊക്കെ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ പിന്നാവശമാണത്. പിന്നാവശത്ത് കുറച്ച് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വൃത്തിയാക്കി വീട് മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് വലിയ പണികളുണ്ടാവില്ല. ജസ്റ്റ് ഗസ്റ്റ് വരുന്നേക്കാൾ മുമ്പ് ഒന്ന് അടിച്ച് വാരി തുടച്ചിടുക എന്നുള്ള പരിപാടികളൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വെള്ളത്തിന് നമുക്ക് അവിടെ ഒരു ക്ഷാമമില്ല. 2 കുളമുണ്ട്. പിന്നെ വേണ്ട വെള്ളം നമുക്ക് കിട്ടും. വെള്ളത്തിന് ക്ഷാമമില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. അതൊക്കെ പിന്നെ കരിയായി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച വെള്ളമാണ്. ഇതുപോലെ 1-2 പാത്രങ്ങളുള്ള വെള്ളം പിടിച്ച് വയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടു. എന്താ പറയുക, പിന്നെ അപ്പോൾ വൈകുന്നേരം ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ അമ്പലത്തേക്ക് ശ്രീകുട്ടൻ്റെ പാട്ട് പാടണം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയൊക്കെ ചെയ്തപ്പോഴേക്കും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ പാടില്ല. നമ്മൾ തഥാസ്തുവാണ്. നമ്മുടെ മാലാകന്മാരെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും വയ്യായ കൂടട്ടെ. തഥാസ്തു കഥ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ, കണ്ടു നോക്കൂ നിങ്ങൾ. ഭയങ്കര ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണത്. എനിക്ക് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളൊരു കഥയാണ് തഥാസ്തു കഥ. അപ്പോൾ ശ്രീകുട്ടൻ്റെ പാട്ട് പാടുന്നു. പിന്നെ അവിടുത്തെ കുട്ടി കലാകാരന്മാരുടെ ഒരു വേദിയാണത്. ഭയങ്കര എന്താ പറയുക, ഇൻസ്പിറേഷനാണ്. അവിടുത്തെ കുട്ടികൾ തന്നെ പാട്ടും ഡാൻസും ഒക്കെ പഠിച്ച് അവരെന്നെ അവതരിപ്പിക്കും. കിടുവായിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ശ്രീകുട്ടൻ്റെ പാട്ടൊക്കെ പാടി വൈകുന്നേരം എത്തിയപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊന്നും ഇടാൻ, പിന്നെ ഭാഗ്യൻ്റെ ഷർട്ട് മാത്രമേ ഇടാനുള്ളൂ. അപ്പോൾ നിങ്ങളത് കണ്ട് പേടിക്കേണ്ട, ഭാഗ്യൻ്റെ ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടന് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ലാപ്ടോപ്പും TV ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് അവനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അവന് ഭയങ്കര ബോറടിക്കും. പിള്ളേരൊക്കെ ഡാൻസും പാട്ടൊക്കെ കാണാൻ പോയപ്പോൾ പിന്നെ ശ്രീകുട്ടൻ ഒരാശ്രയം മൊബൈൽ മാത്രമേ ഉള്ളൂ. മൊബൈൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും കുട്ടികൾ എത്ര നേരം അങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ അടച്ചു വെച്ച് എനിക്ക് കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം കാലത്തായി. ഡേ 2 ആണിത്. ഡേ 2 എത്തിയപ്പോഴേക്കും കാലത്ത് എനിച്ചപ്പം തന്നെ ചോറിനുള്ള വെള്ളം അത് ആദ്യം ഇതുമ്പോഴാണ് വെച്ചത്, നമ്മുടെ ഗ്യാസ് അടുപ്പുമ്പോഴാണ് വെച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് അടുപ്പുമ്മയ്ക്ക് മാറ്റി. അപ്പോഴേക്കും പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായില്ല. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വട്ടയപ്പൊക്കെ ഉള്ള കാരണം കൊണ്ട് ശ്രീകുട്ട അതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴേക്ക് സദേട്ടൻ വന്നു. ഇനി ഈ ഭാഷ ഏതാണെന്ന് നിങ്ങൾ പറയട്ടോ. ഇതേതാ ഭാഷ? കിളിമിയന്ന കിളിക്കല്ല നീ കൊല്ലൊന്നു പിടിച്ചൊന്നു നീ എന്നെ മറക്കല്ല നീയും അറയും കുളിയാരും അപ്പൊ ഏട്ടൻ മേടിച്ചു കൊടുത്ത മുണ്ടു ഷർട്ടാണ് ആൾ ഇട്ടിരിക്കുന്നത്. സദേട്ടന്റെ മക്കളില്ല കേട്ടോ. അത് കാരണം സദേട്ടന് വലിയ കാര്യമാണ്. സദേട്ടന് ഞങ്ങളെയും വലിയ കാര്യമാണ്. വാഴത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് സദേട്ടൻ തന്നെയാണ്. ഭയങ്കര എന്താ പറയാ, ബന്ധുക്കളിലുപരി വലിയൊരു സ്നേഹം സദേട്ടൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഷർട്ടും മുണ്ടൊക്കെ മേടിച്ചു കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമൊക്കെ വന്നു. ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇത് അപ്പൊ പൂരായ കാരണം ഇത്തിരി മിനിങ്ങിയിട്ടുണ്ട്. സദേട്ടന് ഇത്തിരി മിനിങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് കാലത്തന്നെ അമ്പലത്തിൽ പോവാണ്. അമ്പലത്തിൽ കാലത്തന്നെ പറനിറപ്പുണ്ടാവും. അപ്പോൾ ഒരാനയ്ക്കാണ് പൂരം ഉണ്ടാവുള്ളൂ. ആ ആനയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. ഇത് 2ാമത്തെ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. തലേദിവസമാണ് പ്രിപ്പറേഷൻസ്, ഫുഡ് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തത്. അപ്പോൾ ഇത് ഊട്ടോളി അനന്തന രാമന അവരാരോ ആണ്. ഇതാണ് ഞങ്ങളുടെ കുട്ടി അമ്പലം. അമ്പലത്തിലത്തെ പറകളാണിത്. അതിൽപ്പറ, മലർപ്പറ, ശർക്കരപ്പറ, പൂപ്പറ, പിന്നെ പൂപ്പറയല്ല പൂവ് പറ, പിന്നെ എന്താ പറയുക നാണയപ്പറ, അങ്ങനെ പറകളൊക്കെ ഉണ്ട്. നാളികേരം പറ,
അപ്പോൾ ശ്രീകുട്ടൻ നാണയപ്പറയാണ് ചെയ്തത്. നാണയപ്പറയാണ് നിറച്ചത്. ഏട്ടൻ അതിലല്ല, ഏട്ടൻ നമ്മുടെ നെല്ലുപറ നിറച്ചു. അത് കഴിഞ്ഞ് ഞാൻ മലർപ്പറ നിറച്ചു. അപ്പോൾ അതാണ്. അത് കഴിഞ്ഞിട്ട് തുള്ളലും ഇങ്ങനെ അരുളിപ്പാടൊക്കെ ഉണ്ടാവും നമ്മുടെ തലയിൽ, ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് പറയലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് പൂരം. കുഞ്ഞേ പൂരാണ് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള ആഘോഷമൊന്നുമില്ല. പൂരം എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ ചുറ്റും കൂടി ഇരിക്കുന്നുണ്ട്. പൂരം കാണുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഞാൻ വീണ്ടും അതിൽ വെച്ചു. നമ്മുടെ മോര് കൂട്ടാൻ റെഡിയായി. ചിത്തു ഉണ്ടല്ലോ, ചിത്തുവിനെ അറിയില്ലേ നിങ്ങൾ? ലെറ്റ്സ് ഗോ വിത്ത് ചിത്രയിലത്തെ ചിത്തു എൻ്റെ അമ്മായിയുടെ മകളാണ്. അപ്പോൾ അവിടുത്തെ പ്രവിച്ചേട്ടൻ നോൺ വെജിൽ വളരെ ചുരുക്കം സാധനങ്ങൾ, ബീഫ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടുള്ള മോര് കൂട്ടാൻ വെച്ചു. പിന്നെ ചാറ് കറിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അത് വെച്ചു. പിന്നെ നമ്മുടെ അവിടേക്ക് പൂരം വരും, വീടിൻ്റെ മുറ്റത്തേക്ക് ഉച്ചപ്പൂരം വരും. 6 മണിയൊക്കെ ആയപ്പോഴാണ്, ഇരുട്ടായപ്പോഴാണ് ബന്ധുക്കളും നമ്മുടെ പൂരം ക്ഷണിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ എത്തിയത്. അപ്പം എനിക്ക് ഇനി കുറേ പരിചയമുള്ള മുഖങ്ങൾ കാണാൻ പറ്റും. അമ്മ, അച്ഛൻ, ചേച്ചി, ചേട്ടൻ, അമ്മായി, മാമൻ, ചിത്തു, പ്രവിച്ചേട്ടൻ. അപ്പോൾ പൂരത്തോടനുബന്ധിച്ച് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരാഘോഷമാണ് വെടിമരുന്ന് പ്രയോഗം എന്ന് പറയുന്നത്. ഇവിടെ നിറച്ച് വെടിമരുന്ന് പ്രയോഗമാണ്. ഇനി നിങ്ങൾ അത് കുറച്ച് നേരം ഇരുന്ന് കാണും. പിന്നെ ഇത് പ്രശോഭേട്ടനും സ്വർണവുമാണ്. അവരെ 2 മക്കളുണ്ട്. അത് ഏട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഏട്ടൻ്റെ അടുത്ത ഫ്രണ്ട്സാണ്. ഏട്ടൻ അങ്ങനെ വളരെ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളു. അതിലൊരാളാണ് പ്രശോഭേട്ടൻ എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ പല വീഡിയോകളിലും പ്രശോഭേട്ടനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഭാഗ്യന് പിള്ളേരെക്കാൾ ഇൻട്രസ്റ്റ് ആണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിള്ളേർക്ക് ഒരെണ്ണം പൊട്ടിക്കാൻ കൊടുത്തില്ലെങ്കിൽ ആൾ പൊട്ടിക്കും. ഈ നിൽക്കുന്നത് കുഞ്ഞനാണ് കേട്ടോ. അപ്പോൾ പൂരത്തിനൊക്കെ നമ്മുടെ പൂരത്തിന് മാത്രം ഒത്തുകൂടലുള്ളൂ. ഇത്രയും അധികം ആൾക്കാർ വരുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്രയും ഗ്രാൻഡായിട്ട് ഫുഡ് പ്രിപ്പറേഷനൊക്കെ ചെയ്തത്. പിന്നെ കടയിൽ നിന്നുള്ള നമ്മുടെ ചേട്ടന്മാരുണ്ടായിരുന്നു, അതൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. പിന്നെ ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഫുഡ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ പൂരത്തിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. മുകളിൽ പോയിട്ട് പൊട്ടുന്ന വിരിയമുട്ടും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ന്യൂ ഇയറിന് മേടിച്ചതിൻ്റെ ബാക്കിയും കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പൂരമായിട്ട് കോടാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മുടെ ഇവിടെ തൃശ്ശൂർ. അപ്പോൾ അവിടെ നിന്ന് വില കുറഞ്ഞു കിട്ടും. അപ്പം അച്ഛനും മമ്മിയും പിന്നെ അപ്പുറത്തെ വീട്ടിൽ ഇളയച്ചന്മാരുടെ മക്കളുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ആഘോഷമായിരുന്നു. നല്ല എന്താ പറയുക, വർഷത്തിലൊരിക്കൽ ഇങ്ങനെ പൂരം എല്ലാ വർഷവും ഗംഭീര ആഘോഷമാവാറുണ്ട്. ഇതുപോലെ എല്ലാ വർഷവും നിങ്ങളിപ്പോൾ യൂട്യൂബിന് വേണ്ടിയിട്ടാണെന്നൊന്നും വിചാരിക്കേണ്ട, എല്ലാ വർഷവും ഗംഭീര ആഘോഷമാവാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ പൂരം നമ്മുടെ സ്പെഷ്യൽ ഡിഷസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് കടയിൽ നിന്ന് വന്നില്ലേ, കടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇക്കാനെ നമ്മുടെ കടയിലുള്ള ആളാണ്. അപ്പോൾ ഇക്ക അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വെടിമരുന്ന് പ്രയോഗങ്ങൾ, കത്തിക്കൽ, പൊട്ടിക്കലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ട് ഒരു 12 മണിയാകുമ്പോൾ പൂരം ഇറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നെറ്റിപ്പട്ടൊക്കെ നമ്മുടെ ഭഗവതിനെ ഇറക്കി അമ്പലത്തിലേക്ക് കയറ്റി. പിന്നെ പൂരത്തിൻ്റെ ആഘോഷങ്ങളാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ പൂരത്തിൻ്റെ ആഘോഷങ്ങളാണ്. ചിന്തുപാട്ട്, ശിങ്കാരിമേളം, ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശിങ്കാരിമേളം കാണാനോ കൊണ്ടുപോയില്ലേ ഭാഗ്യം, ഞാൻ അവിടെ നിന്ന് തിരിച്ചടിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇതാണ് പിന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് കേട്ടോ. ഗംഭീരമായ പൂരായിരുന്നു. കുട്ടിപ്പൂരാണെങ്കിലും നമ്മുടെ നാട്ടിലത്തെ എന്താ പറയാ, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമ്മുടെ നാട്ടിലത്തെ ആഘോഷമാണ് മാക്സിമം എൻജോയ് ചെയ്യുക. അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല, വലിയ ജനക്കൂട്ടമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും പരസ്പരം നമ്മൾ അറിയുന്നവരായിരിക്കും. പൂരാഘോഷമൊക്കെ കഴിഞ്ഞ് പൂരമൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ മടങ്ങുകയാണ്, തലൂർക്ക് മടങ്ങുകയാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. കിച്ചണും വീടൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ട് വേണം പോകാൻ. പാത്രങ്ങളൊക്കെ ഇങ്ങനെ തന്നെ കാറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാൻ പറ്റില്ല, കരിയൊക്കെ കളഞ്ഞിട്ട് വേണം കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കുകയാണ്. എന്താണെന്നറിയില്ല, കരിയിലിട്ട് കഴുകിയ കാരണം ഉണ്ടെന്ന് തോന്നുന്നു പാത്രങ്ങളൊക്കെ നല്ല കിടക്കാഴ്ചയായിട്ട് മിനുങ്ങുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വന്നതെന്ന് പറയാനായിട്ട് ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ചിക്കൻ്റെയും ബീഫിൻ്റെയും കുറച്ച് മീൻ പറ്റിച്ചതൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അത് ബാക്കിയുള്ളതൊക്കെ ഇളയമ്മമാർക്ക് കൊടുത്തു. പിന്നെ പച്ചക്കറിയൊക്കെ ഇളയമ്മയ്ക്ക് കൊടുക്കാം. മുമ്പിൽ നമ്മൾ ചമ്മന്തി അരച്ച് വീട്ടിലത്തെ ഇളയമ്മയില്ലേ, അപ്പോൾ ഇളയമ്മയ്ക്ക് കൊടുത്തിട്ടാണ് വരിക. പച്ചക്കറി ഒരുപാടുണ്ടായിരുന്നു, കാരണം നമ്മളൊന്നും പ്രിപ്പയർ ചെയ്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ എന്താ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെ പച്ചക്കറിയൊക്കെ ഇളയമ്മയ്ക്ക് കൊടുത്ത് ആ പാത്രം ഒഴിവാക്കിയിട്ട് അതിൽ നമ്മുടെ സംഭവങ്ങളൊക്കെ തൂക്കിയിടുകയാണ് ചെയ്യുക. അതായത് പൊടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇട്ടു. കണ്ടോ, അല്ലെങ്കിൽ ഒതുക്കി വെക്കാൻ പാടല്ലേ. ഇതിനി
തലൂര് ചെന്നിട്ട് ഒതുക്കി വെക്കണം എന്നുള്ളത് വേറൊരു പണിയാണ്. നമുക്ക് കിച്ചണിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അല്ലെങ്കിൽ ഈ ഒതുക്കി പറക്കി വെക്കുന്നവരോട് കുറച്ച് എന്താ പറയുക, കുറച്ച് OCD ആയിട്ടുള്ള ആൾക്കാർക്ക്, ഒബ്സസീവായിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഈ ഇതിൻ്റെ പാടെന്താന്ന്, ഈ ഒതുക്കി പറക്കി വെക്കില്ലേ. അപ്പോൾ ശ്രീകുട്ടനെ പോവാനുള്ള സങ്കടത്തിൽ ആൾ കിടക്കുകയാണ്, ഇവിടെ നിന്ന് പോവണ്ടെന്നും പറഞ്ഞിട്ട്. 3 ദിവസത്തെ ക്ലാസ് കളഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഞായറാഴ്ച വന്നിട്ട് തിങ്കൾ ചൊവ്വ ബുധനാഴ്ചയാണ് തിരിച്ചു പോകുന്നത്. 4 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഡ്രസ്സും സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്, നമ്മുടെ ആ ഷെൽഫിൻ്റെ ഉള്ളിൽ, അലമാരയുടെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കണം. ബൾബുകൾ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബൾബുകളൊക്കെ ഊരണം. അതൊക്കെ നമുക്ക് തലൂർക്ക് കൊണ്ടുപോകേണ്ടതാണ്. കാരണം ചിലപ്പോൾ ഇവിടെ വെച്ചാൽ നമ്മൾ സേഫ് അല്ല, സെക്യൂർ അല്ലാത്ത കാരണം കൊണ്ട് തന്നെ ബൾബുകളൊന്നും അവിടെ അങ്ങനെ വെക്കാറില്ല. അപ്പം ഇതൊക്കെ നമ്മുടെ തുണിവടികൾ സാധനങ്ങളൊക്കെയാണ്. തലാണകൾ, കൊണ്ടുവന്ന തലാണകൾ, കമ്പിളികൾ, ലൈറ്റ് ജസ്റ്റ് ഇങ്ങനെ മാറി മിന്നി ഞാൻ നിൽക്കുന്നുണ്ടല്ലേ, സോറി കേട്ടോ. അപ്പോൾ ഇത് ബെഡ്ഷീറ്റ്, ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുപോകണം. കാരണം ഇതൊക്കെ നമ്മൾ തലൂര് വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം പൂച്ച, ഈ വക സാധനങ്ങളൊക്കെയാണ് പൊതുവെ കട്ടിലും കിടക്കയിലും ഒക്കെ ഉറങ്ങണ ആൾക്കാർ. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പരവതാനി വിരിച്ചിട്ട് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബെഡൊക്കെ മടക്കി വെക്കൂട്ടാ, അല്ലെങ്കിൽ പൂച്ചയും ഒക്കെ പൂച്ച കയറി ആകെ വൃത്തികേടാക്കും. അപ്പോൾ വീട് ഏകദേശം വൃത്തിയാക്കി ഇട്ടിട്ടാണ് നമ്മൾ പോണത്, അല്ലെങ്കിൽ ഭയങ്കര പണിയാവും. പിന്നെ വരുമ്പോഴേക്കും ഏകദേശം വീട് പിന്നെ വീണ്ടും വൃത്തിയാക്കേണ്ട ഗതിയിലെത്തും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാത്രങ്ങൾ, കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെയാണ്. ഒരുപാടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, കൊണ്ടുവന്നേക്കാളും കൂടുതലുണ്ട് കൊണ്ടുപോകാന്ന് പറയില്ലേ. എൻ്റെ അമ്മ പറയണ പോലെ നട്ടപ്പളും ഒരു കൊട്ട, പറിച്ചപ്പളും ഒരു കൊട്ട എന്ന് പറഞ്ഞ പോലെ വന്ന സാധനങ്ങളൊക്കെ അതേ നമ്മൾ തിരിച്ചു കൊണ്ടുപോവാണ്. മുട്ടയൊക്കെ ബാക്കി വന്നതാണ് കേട്ടോ. അത് കൃഷ്ണൻ്റെ കടയിൽ നിന്ന് ഭാഗ്യം മേടിച്ചുകൊണ്ട് വന്നതാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. കുറേയൊക്കെ നമ്മൾ ഇളയമരെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവും കേട്ടോ. ഇതൊക്കെ എല്ലാം വൃത്തിയാക്കി, വീടൊക്കെ നല്ല വൃത്തിയാക്കി അടിച്ചു വാരിയിട്ടിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. ഇന്നലെ പൊട്ടിച്ച വെടിമരുന്ന് പ്രയോഗത്തിൻ്റെ ബാക്കിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമുക്കിനി നല്ലൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കുറച്ചും കൂടി ഞാൻ റെസിപ്പീസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ. ശ്രീജ.